ഹായ് ഫ്രണ്ട്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് സുന്ദരകാണ്ഡ എന്ന തെലുങ്ക് സിനിമയെക്കുറിച്ച് പറഞ്ഞുതരാം. ഇതൊരു മനോഹരമായ കഥയാണ്. അവസാനം വരെ കാണണം. പുതിയ ചാനലായതുകൊണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അധികം വൈകിക്കാതെ നമുക്ക് കഥയിലേക്ക് കടക്കാം. സിനിമ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ നായകൻ സിദ്ധാർത്ഥിനെ കാണിക്കുന്നു. സിദ്ധുവിന് ഇപ്പോൾ ഏകദേശം 35 വയസ്സുണ്ട്. പക്ഷേ ഒരു പെൺകുട്ടിയെപ്പോലും അയാൾക്ക് ഇഷ്ടമാവുന്നില്ല. ഇന്ത്യയിൽ പെൺകുട്ടികളെ കിട്ടാത്തതുകൊണ്ട് അമേരിക്കയിലേക്ക് പോകാൻ സിദ്ധു തീരുമാനിക്കുന്നു. സത്യത്തിൽ സിദ്ധുവിന് ഒരു പെൺകുട്ടിയെ ഇഷ്ടമാകണമെങ്കിൽ അവൾക്ക് ചില ക്വാളിറ്റികൾ വേണം. അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയെ മാത്രമേ അയാൾ മാരേജ് ചെയ്യൂ. പക്ഷേ സിദ്ധുവിന് ഇഷ്ടപ്പെട്ട ഗുണങ്ങളുള്ള ഒരു പെൺകുട്ടിയെയും കിട്ടിയില്ല. അങ്ങനെ പെൺകുട്ടികളെ അന്വേഷിച്ച് അയാളുടെ പ്രായം കൂടി. ഇനിയിപ്പോൾ പെൺകുട്ടികളെ നോക്കുന്നത് എന്റെ വയ്യെന്ന് കരുതി ഇന്ത്യ വിട്ടു പോകാൻ തീരുമാനിക്കുന്ന സമയത്താണ് അച്ഛൻ ഒരു പെണ്ണുകാണൽ അറേഞ്ച് ചെയ്യുന്നത്. പെൺകുട്ടിയെ കാണാൻ കൊള്ളാം. വളരെ അടുക്കത്തോടെയാണ് അവൾ സംസാരിക്കുന്നതും. എന്നിട്ടും സിദ്ധുവിന് വേണ്ട 5 ക്വാളിറ്റികൾ അവൾക്കുണ്ടോ എന്ന് സിദ്ധു ടെസ്റ്റ് ചെയ്യുന്നു. ആദ്യത്തെ ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ ആ പെൺകുട്ടി കണ്ണുകൊണ്ട് സംസാരിക്കണം. പക്ഷെ ഈ പെൺകുട്ടി കണ്ണുകൊണ്ട് സംസാരിക്കുന്നില്ല. വായിൽ നിന്ന് മാത്രമേ വാക്കുകൾ വരുന്നുള്ളൂ. അതുകൊണ്ട് ആദ്യത്തെ ക്വാളിറ്റി ശരിയായില്ല. രണ്ടാമത്തെ ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ അവൾക്ക് ചോക്ലേറ്റുകൾ കൊടുത്താൽ ഇംപ്രസ് ആവരുത്. പക്ഷെ ഈ പെൺകുട്ടി ഭയങ്കരമായിട്ട് ഇംപ്രസ് ആവുന്നു. മൂന്നാമത്തെ ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ സിദ്ധു ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിക്ക് ഒരുപാട് ഫ്രണ്ട്സ് വേണം. പക്ഷെ ഈ പെൺകുട്ടിക്ക് 2-3 ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ക്വാളിറ്റിയിലും അവൾ ഫെയിലായി. നാലാമത്തെ ക്വാളിറ്റി എന്തെന്ന് വെച്ചാൽ സിദ്ധു ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യണം. പക്ഷേ ആ പെൺകുട്ടി പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നില്ല. പിന്നെ 5ാമത്തെ ക്വാളിറ്റി കൈൻഡ്നസ് ആണ്. ഈ പെൺകുട്ടിക്ക് ആ ക്വാളിറ്റിയുമില്ല. അങ്ങനെ നായകന് വേണ്ട ക്വാളിറ്റികൾ ഇല്ലാത്തതുകൊണ്ട് ഈ കല്യാണവും മുടങ്ങിപ്പോകുന്നു. പാവം സിദ്ധുവിന്റെ അച്ഛൻ വളരെ വിഷമിക്കുന്നു. ഡാ സിദ്ധു, നിന്റെ ക്വാളിറ്റികളൊക്കെ മാറ്റിവെച്ച് അവളെ കല്യാണം കഴിക്കൂ എന്ന് അച്ഛൻ പറയുന്നു. എന്നിട്ടും സിദ്ധു സമ്മതിക്കുന്നില്ല. തനിക്ക് വേണ്ട ക്വാളിറ്റികളുള്ള പെൺകുട്ടിയെ മാത്രമേ മാരേജ് ചെയ്യൂ എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നിനക്ക് ഈ ജന്മത്തിൽ കല്യാണം കഴിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അച്ഛൻ പോകുന്നു. അടുത്തതായി സിദ്ധു ശിവ എന്നൊരാളെ കാണുന്നു. ശരിക്കും സിദ്ധു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്റെ സീനിയറായ വൈഷ്ണവിയെ സ്നേഹിച്ചിരുന്നു. അവൾക്കൊരു ഗിഫ്റ്റും കൊടുക്കുന്നു. അത് വൈഷ്ണവി അവളുടെ അച്ഛനോട് പറയുന്നു. ഉടനെ വൈഷ്ണവിയുടെ അച്ഛൻ സ്കൂളിൽ വന്ന് എന്റെ മോളെ ആര് ശല്യപ്പെടുത്തി എന്ന് ചോദിക്കുമ്പോൾ ശിവ സിദ്ധുവിന്റെ പേര് പറയുന്നു. അത് കേട്ടതും വൈഷ്ണവിയുടെ അച്ഛൻ സിദ്ധുവിനെ തല്ലിയിട്ട് എന്റെ മകളുടെ പിന്നാലെ നടക്കരുത് എന്ന് വാർണിംഗ് കൊടുത്തു പോകുന്നു. ശിവ കാരണമാണ് സിദ്ധു കുടുങ്ങിയത്. അതുകൊണ്ട് ഇപ്പോൾ ശിവയെ തല്ലാൻ സിദ്ധു വരുന്നു. ശരിക്കും നടന്ന കാര്യത്തിന് ശിവ സോറി പറയുമെന്ന് സിദ്ധു കാത്തിരുന്നു. പക്ഷേ ശിവ സോറി പറയാത്തതുകൊണ്ട് സിദ്ധു അവനെ തല്ലാൻ പോകുന്നു. ശിവയും തന്റെ ആളുകളെ അയച്ച് സിദ്ധുവിനെ തല്ലാൻ പറയുന്നു. സിദ്ധു എല്ലാവരെയും തല്ലി ശിവയെ തല്ലാൻ പോകുമ്പോൾ ശിവയുടെ മകൻ ഇടയിൽ വരുന്നു. അതുകൊണ്ട് സിദ്ധു അവനെ തല്ലാതെ തിരിച്ചു പോകുന്നു. ശരിക്കും ശിവ ചെറുപ്പത്തിൽ ചെയ്ത പ്രവൃത്തി കാരണം പാവം സിദ്ധു അവന്റെ ജീവിതത്തിൽ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ശിവയെ തല്ലാൻ ദേഷ്യമുണ്ടായിട്ടും തല്ലാതെ പോകുന്നത്. സിദ്ധുവിന് ഇനിയും 2 റിഗ്രറ്റുകൾ ബാക്കിയുണ്ട്. ആദ്യത്തേത് കോളേജിൽ പോകണം എന്നുള്ളതാണ്. രണ്ടാമത്തത് ചെറുപ്പത്തിൽ താൻ ഇഷ്ടപ്പെട്ട വൈഷ്ണവിയെ കണ്ട് അവളെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് പറയണം എന്നുള്ളതാണ്. നമ്മളിപ്പോൾ സിദ്ധുവിന്റെ സ്കൂൾ ലൈഫിലേക്ക് പോകുന്നു. സിദ്ധു തന്റെ സീനിയറായ വൈഷ്ണവിയെ സ്നേഹിക്കുന്നു. കാരണം വൈഷ്ണവി കണ്ണുകൾ കൊണ്ട് സംസാരിക്കുന്നു. അതുപോലെ വൈഷ്ണവിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ചോക്ലേറ്റുകൾ കൊടുത്താൽ അവൾക്ക് അത്ഭുതമൊന്നും തോന്നുന്നില്ല. അതുപോലെ സ്റ്റുഡൻസിന് എന്നും പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നു. കൈൻഡ്നസിന്റെ കാര്യത്തിൽ അവൾ വളരെ മുന്നിലാണ്. എല്ലാ ദിവസവും വൈഷ്ണവിയെ കാണുന്നതുകൊണ്ട് സിദ്ധുവിന് വളരെ സന്തോഷമായിരുന്നു. അതുപോലെ ഡസ്റ്റർ എടുക്കാനായിട്ട് ക്ലാസ് റൂമിൽ വന്ന് സിദ്ധു വൈഷ്ണവിയെ നോക്കി നിൽക്കും. എല്ലാ ദിവസവും സിദ്ധു വൈഷ്ണവിയുടെ ബാഗിൽ ഒരുപാട് ഗിഫ്റ്റുകൾ വെക്കും. നല്ല കവിതകൾ എഴുതി ആരും കാണാതെ വൈഷ്ണവിയുടെ ബാഗിൽ വെക്കും. ഒരു ദിവസം വൈഷ്ണവി സിദ്ധുവിന്റെ അടുത്ത് വന്ന് അവന്റെ മുടിയിൽ തൊട്ടിട്ട് പോകുന്നു. അവൾ അങ്ങനെ തൊട്ടപ്പോൾ സിദ്ധുവിന് ഒരുപാട് സന്തോഷം തോന്നി. അടുത്ത ദിവസം സിദ്ധു അവൾക്ക് ഇയറിംഗ്സ് ഗിഫ്റ്റായി കൊടുത്തു. അത് വൈഷ്ണവിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പോഴാണ് ഈ കാര്യം വൈഷ്ണവിയുടെ അച്ഛൻ അറിയുന്നതും സിദ്ധുവിനെ തല്ലുന്നതും. പക്ഷേ ലെറ്റേഴ്സ് എഴുതിയതും ഗിഫ്റ്റുകൾ കൊടുത്തതും സിദ്ധുവാണെന്ന് വൈഷ്ണവിക്കറിയില്ല. സിദ്ധു വൈഷ്ണവിയെ ദൂരെ നിന്ന് നോക്കി സ്നേഹിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ വീണ്ടും ഇപ്പോൾ നടക്കുന്ന കഥയിലേക്ക് വരുന്നു. സിദ്ധു വിശാഖപട്ടണത്തിലേക്ക് പോകാനായിട്ട് എയർപോർട്ടിലെത്തുന്നു. സിദ്ധുവിന് ഒരുപാട് വൈകിയതുകൊണ്ട് ഫ്ലൈറ്റ് മിസ്സാകുമെന്ന പേടിയിൽ വേഗത്തിൽ പോകുമ്പോൾ ഐറ എന്ന പെൺകുട്ടിയെ തട്ടിയിട്ട് അവളുടെ കയ്യിലിരുന്ന കോഫി അവളുടെ ഷർട്ടിലേക്ക് വീഴുന്നു. എന്നിട്ടും അവൾ സിദ്ധുവിനോട് ഒന്നും പറയാതെ പോസിറ്റീവായി സംസാരിച്ചിട്ട് പോകാൻ പറയുന്നു. അവൾ അങ്ങനെ നല്ല രീതിയിൽ സംസാരിച്ചതുകൊണ്ട് അവൾക്ക് കൈൻഡ്നസ് ഉണ്ടെന്ന് സിദ്ധുവിന് മനസ്സിലാക്കുന്നു. അപ്പോൾ സിദ്ധുവിന് വേണ്ട ക്വാളിറ്റികളിൽ ഒന്ന് ഐറക്കുണ്ടെന്ന് മനസ്സിലായി. ഉടനെ സിദ്ധു ഐറക്കായിട്ട് മറ്റൊരു ഡ്രസ്സ് വാങ്ങിക്കൊണ്ടുവന്ന് കൊടുക്കുന്നു. അവളൊന്നും പറയാതെ നിങ്ങളുടെ ഫ്ലൈറ്റിന് സമയമായെന്ന് തോന്നുന്നു, നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറയുന്നു. ഇല്ല, എന്റെ ഫ്ലൈറ്റിന് ഇനിയും 10 മിനിറ്റ് സമയം ബാക്കിയുണ്ട് എന്ന് സിദ്ധു പറയുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തിനാണ് ഡ്രസ്സ് വാങ്ങിത്തന്നത്? നിങ്ങൾ എനിക്ക് കോഫിയല്ലേ വാങ്ങിത്തരേണ്ടത് എന്ന് ചോദിച്ച് അവൾ കോഫി ആവശ്യപ്പെടുന്നു. എന്തായാലും സിദ്ധുവിന് 10 മിനിറ്റ് സമയമുള്ളതുകൊണ്ട് അവൾക്ക് കോഫി വാങ്ങിച്ചു കൊടുത്ത് സംസാരിക്കുന്നതിനിടയിൽ ഐറക്ക് സിദ്ധുവിന് കല്യാണം കഴിഞ്ഞിട്ടില്ലെന്ന് മനസ്സിലാകുന്നു. ഇത്രയും പ്രായമായിട്ടും സിദ്ധുവിന് കല്യാണം കഴിച്ചിട്ടില്ലെന്നറിഞ്ഞപ്പോൾ അവൾക്ക് ചെറിയ ഷോക്ക് ഉണ്ടാകുന്നു. അവളും വിശാഖപട്ടണത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. പക്ഷേ സിദ്ധു പോകാനിരുന്ന ഫ്ലൈറ്റിലല്ല.
അടുത്ത ഫ്ലൈറ്റിൽ. അവൾക്ക് എയർപോർട്ടിൽ സമയം ചിലവഴിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അവൾ 2-3 മണിക്കൂർ മുമ്പ് വന്ന് എയർപോർട്ട് മുഴുവൻ കറങ്ങുന്നത്. സിദ്ധുവിന് ഫ്ലൈറ്റിന് സമയമായതുകൊണ്ട് അവളോട് ബൈ പറഞ്ഞു പോകുന്നു. അവളും കണ്ണുകൊണ്ട് ബൈ പറയുന്നത് കണ്ടപ്പോൾ സിദ്ധുവിന് ഐറയെ ഒരുപാട് ഇഷ്ടമാകുന്നു. അടുത്തതായി വിശാഖപട്ടണത്തിൽ എത്തിയതിനു ശേഷം സിദ്ധു അവന്റെ ഫ്രണ്ട് സത്യയെ കണ്ടിട്ട് എയർപോർട്ടിൽ നടന്ന കാര്യങ്ങൾ എല്ലാം പറയുന്നു. എന്നിട്ട് ഐറ എന്ന പെൺകുട്ടിയെ എങ്ങനെയായാലും കണ്ടെത്തിക്കൊടുക്കാൻ ആവശ്യപ്പെടുന്നു. ഉടനെ സിദ്ധു അവൾക്കായിട്ട് എയർപോർട്ടിൽ പോയി അന്വേഷിക്കുന്നു. പക്ഷേ അവളെ കണ്ടില്ല. പിന്നെ കോഫി ഷോപ്പിൽ പോയിട്ട് ഫീബി എന്ന് പേരുള്ള ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല സർ, അങ്ങനെ പേരുള്ള ആരും ഇവിടെ വന്നിട്ടില്ല എന്നവർ പറയുന്നു. പാവം കല്യാണം കഴിക്കാനായിട്ട് വിശാഖപട്ടണത്തിൽ വന്നതാണ്. പക്ഷേ തനിക്കിഷ്ടപ്പെട്ട പെൺകുട്ടിയെ കണ്ടപ്പോൾ അവൾക്കായിട്ട് അന്വേഷിക്കാൻ തുടങ്ങി. ഇപ്പോൾ അവളെ കാണാത്തതുകൊണ്ട് തിരിച്ചു വീട്ടിലേക്ക് പോകാമെന്ന് കരുതുന്നു. പക്ഷേ പോകുന്നതിനു മുമ്പ് സത്യസിദ്ധുവിനെ അവന്റെ കോളേജിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെയുള്ള ചവറ്റുകുട്ടയിൽ ഫീബി എന്ന് പേരുള്ള ഒരു പേപ്പർ കിടക്കുന്നു. അങ്ങനെ ഐറ ഈ കോളേജിലാണ് പഠിക്കുന്നതെന്നറിഞ്ഞപ്പോൾ സിദ്ധു അവളെ അന്വേഷിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ഒരുപാട് നേരം അന്വേഷിച്ചതിനു ശേഷം സിദ്ധു ഐറയെ കാണുന്നു. ഇത് കണ്ട സത്യ, ഡാ സിദ്ധു, അവൾ ചെറിയ കുട്ടിയല്ലേ, നീ ഇഷ്ടപ്പെട്ടാൽ വലിയ പെൺകുട്ടികളെ ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ ചെറിയ കുട്ടികളെ ഇഷ്ടപ്പെടും, അല്ലാതെ നിന്റെ ഏജ് ഗ്രൂപ്പിലുള്ള പെൺകുട്ടികളെ ഇഷ്ടപ്പെടില്ലേ എന്ന് ചോദിക്കുന്നു. ഡാ, പ്രേമത്തിന് ഏജുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് അവളെ കല്യാണം കഴിക്കുമെന്ന് പറയുന്നു. അങ്ങനെയാണോടാ? ശരി, പക്ഷെ അവളുടെ പേര് ഐറ എന്നാണ്. അവൾ അത്ര നല്ല സ്റ്റുഡന്റ് ഒന്നുമല്ല. എല്ലാ ദിവസവും ക്ലാസ് റൂമിൽ ഉറങ്ങും. അതുപോലെ നോക്കി എഴുതാൻ മാത്രമേ അറിയൂ. ഇപ്പോൾ നിനക്ക് അങ്ങനെയുള്ള ഒരു കുട്ടിയെ വേണോ എന്ന് ചോദിക്കുന്നു. അതെ, എനിക്ക് വേണ്ട ക്വാളിറ്റികൾ ആ കുട്ടിയുടെ കണ്ടു, അതുകൊണ്ട് എനിക്ക് അവളെ വേണം എന്ന് പറഞ്ഞ് അവളുടെ അടുത്തേക്ക് പോയി സംസാരിക്കുന്നു. ഐറ, നിന്റെ പേര് ഐറ ആണെങ്കിൽ എന്തിനാണ് ഫിബി എന്ന് പറഞ്ഞത് എന്ന് സിദ്ധു ചോദിക്കുന്നു. ഓഹ്, അതോ, ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന സീരീസിലെ എന്റെ ഫേവറേറ്റ് ക്യാരക്ടറിന്റെ പേരാണത്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പിന്നെ എനിക്ക് വ്യത്യസ്തമായിരിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് അവൾ പറയുന്നു. അടുത്തതായി അവർ രണ്ടുപേരും കൂടി വീണ്ടും കോഫി കുടിക്കാൻ പോകുന്നു. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഐറയുടെ ഫ്രണ്ട്സ് വന്ന് അവളോട് സംസാരിക്കുന്നു. അവൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെന്നറിഞ്ഞപ്പോൾ സിദ്ധുവിന് സന്തോഷമാകുന്നു. കാരണം സിദ്ധുവിന് വേണ്ട രണ്ടാമത്തെ ക്വാളിറ്റി അവൾക്കുണ്ടെന്ന് മനസ്സിലായി. അതുപോലെ അവൾ പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നത് കണ്ടപ്പോൾ സിദ്ധുവിന് വളരെ സന്തോഷം തോന്നി. അടുത്ത ദിവസം സിദ്ധു ചോക്ലേറ്റുകളുമായി വന്ന് അവൾക്ക് കൊടുക്കുന്നു. സിദ്ധു കരുതിയത് അവൾ ചോക്ലേറ്റുകൾ വാങ്ങില്ലെന്നാണ്. പക്ഷേ അവൾ ചോക്ലേറ്റുകൾ വാങ്ങിയപ്പോൾ സിദ്ധുവിന് വളരെ വിഷമം തോന്നി. കാരണം സിദ്ധുവിന് വേണ്ട ക്വാളിറ്റികളെല്ലാം അവൾക്കുണ്ടായിരുന്നു. പക്ഷേ ചോക്ലേറ്റിന്റെ കാര്യത്തിൽ അവൾ ഫെയിൽ ആയതുകൊണ്ട് ഐറയെ വിട്ടു പോകാൻ സിദ്ധു തീരുമാനിക്കുന്നു. അപ്പോഴാണ് ഐറ സിദ്ധുവിനെ വിളിച്ചിട്ട്, നോക്കൂ സിദ്ധു, നിങ്ങൾ തന്ന ചോക്ലേറ്റുകൾ കണ്ടിട്ട് ഞാൻ ഇംപ്രസ് ആയതല്ല. പിന്നെ നിങ്ങൾ തരുന്ന ചോക്ലേറ്റുകളോ ഡ്രസ്സുകളോ കണ്ടിട്ട് ഞാൻ ഇംപ്രസ് ആവില്ല. നിങ്ങൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നുണ്ടെന്ന് കണ്ടിട്ടാണ് ഞാൻ ഇംപ്രസ് ആവുന്നത് എന്ന് പറയുന്നു. അപ്പോൾ അവൾ ചോക്ലേറ്റുകൾ കണ്ട് ഇംപ്രസ് ആയില്ലെന്നറിഞ്ഞപ്പോൾ സിദ്ധുവിന് വളരെ സന്തോഷം തോന്നി. അടുത്തതായി അവൾ ആ ചോക്ലേറ്റുകൾ കൊണ്ടുപോയി എല്ലാവർക്കും കൊടുക്കുന്നു. അടുത്ത ദിവസം മുതൽ സിദ്ധു ഐറയെ ഫോളോ ചെയ്ത് സ്നേഹിക്കുന്നു. അങ്ങനെ ഒരു ദിവസം രണ്ടുപേരും ബീച്ചിലിരുന്ന് സംസാരിക്കുന്നു. സിദ്ധു അവളോട് ചില കാര്യങ്ങൾ ചോദിച്ചിട്ട് അവളെ പ്രൊപ്പോസ് ചെയ്ത് നമുക്ക് കല്യാണം കഴിക്കാമോ എന്ന് ചോദിക്കുന്നു. പക്ഷേ അവൾ സിദ്ധുവിനെ കല്യാണം കഴിക്കാൻ സമ്മതിക്കുന്നില്ല. നിങ്ങളുടെ ലോകം വേറെയാണ്, എന്റെ ലോകം വേറെയാണ്. അതുപോലെ ഞാനിവിടെ ഉണ്ടാകും, നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടാവില്ലല്ലോ, പിന്നെ നമ്മൾ തമ്മിൽ യോജിക്കില്ല എന്ന് പറഞ്ഞ് അവൾ പോകുന്നു. എന്നിട്ടും സിദ്ധു ഐറയെ വിട്ട് എവിടെയും പോകുന്നില്ല. അടുത്ത ദിവസം സത്യയുടെ സ്ഥാനത്ത് സിദ്ധു അസിസ്റ്റന്റ് പ്രൊഫസറായി വരുന്നു. സിദ്ധുവിനെ കണ്ടപ്പോൾ ഐറ ഞെട്ടുന്നു. ശരിക്കും സിദ്ധു അവന്റെ ജോലി വിട്ടിട്ടാണ് ഐറയെ ഇംപ്രസ് ചെയ്യാൻ വരുന്നത്. സത്യമറിഞ്ഞപ്പോൾ ഐറ സിദ്ധുവിനെ ഒരുപാട് ചീത്ത പറയുന്നു. നിങ്ങൾ വല്ല ഹീറോ ആണെന്ന് കരുതിയോ? പിന്നെ നമ്മൾ തമ്മിൽ യോജിക്കില്ല എന്ന് പറയുന്നു. ശരി, കുറച്ചു ദിവസം യാത്ര ചെയ്താൽ മാത്രമേ നമ്മളെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയൂ എന്ന് പറഞ്ഞ് സിദ്ധു അവളെ പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ഐറ അവളുടെ ജീവിതത്തെക്കുറിച്ച് മുഴുവൻ സിദ്ധുവിനോട് പറയുന്നു. എനിക്ക് ചെറിയൊരു ഫോബിയ ഉണ്ട്. എനിക്ക് രാത്രിയിൽ ഉറങ്ങാൻ കഴിയില്ല. കാരണം ഞാൻ ചെറുപ്പത്തിൽ എന്റെ അച്ഛനും അമ്മയും ഒരുപാട് വഴക്കിടുമായിരുന്നു. പക്ഷേ ഞാൻ ഉണർന്നിരിക്കുന്നത് കണ്ടപ്പോൾ അച്ഛനും അമ്മയും വഴക്ക് നിർത്തുമായിരുന്നു. അതുകൊണ്ട് അവർ വഴക്കിടാതിരിക്കാൻ ഞാൻ ഉറങ്ങാൻ പാടില്ല. ഞാൻ കുറച്ചു ദിവസം ഉറങ്ങിയിട്ടില്ല. എന്നിട്ടും എന്റെ അച്ഛൻ എന്റെ അമ്മയെ ചീത്ത പറഞ്ഞിട്ട് ഒരുപാട് വഴക്കിട്ടിട്ട് പോയി. അതുകൊണ്ട് എന്റെ അമ്മ ഒരുപാട് സഫർ ചെയ്തു. ആ ദിവസം മുതൽ എനിക്ക് ഉറങ്ങാൻ തോന്നിയിട്ടും ഉറക്കം വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ടാബ്ലറ്റുകൾ ഉപയോഗിക്കുന്നത് എന്ന് ഐറ പറയുന്നു. അവളുടെ മനസ്സ് ഒരുപാട് വേദനിച്ചെന്ന് മനസ്സിലാക്കിയ സിദ്ധു ജീവിതത്തെക്കുറിച്ച് അവൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അവൾ ചെറിയ കുട്ടിയായതുകൊണ്ട് സിദ്ധുവിനെ കണ്ട് ഒരുപാട് ഇംപ്രസ് ആകുന്നു. അതുപോലെ എല്ലാ ദിവസവും സിദ്ധുവിനോടൊപ്പം കറങ്ങി നടന്ന് ഒരുപാട് എൻജോയ് ചെയ്യുന്നു. അങ്ങനെ രണ്ടുപേരും ഒരുപാട് സമയം ഒരുമിച്ച് ചെലവഴിക്കുന്നു. ഫോണിൽ സംസാരിക്കും, പുറത്ത് കറങ്ങാൻ പോകും. അങ്ങനെ അവൾക്ക് സിദ്ധുവിനെക്കുറിച്ച് നല്ല അഭിപ്രായമുണ്ടാകുന്നു. അടുത്ത ദിവസം രാത്രി ഐറ വളരെ സന്തോഷത്തോടെ ഉറങ്ങുന്നു. കാരണം അവളുടെ അച്ഛൻ പോയതിനു ശേഷം ഒരു ദിവസം പോലും അവൾ ഉറങ്ങിയിട്ടില്ല. പക്ഷെ ഇന്നലെ രാത്രി അവൾ സന്തോഷമായിട്ട് ഉറങ്ങുന്നു. അതുകൊണ്ട് ഇപ്പോൾ സിദ്ധുവിന്റെ അടുത്തേക്ക് ഓടിവന്ന്, സിദ്ധു, ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങി. ഇത് നിങ്ങൾ കാരണം സംഭവിച്ചതാണ്. പിന്നെ എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. നമുക്ക് കല്യാണം കഴിക്കാമോ എന്ന് ചോദിക്കുന്നു.
സമ്മതിക്കുന്നു. സിദ്ധുവും അവളോട് ഓക്കെ പറഞ്ഞ് ചെറുപ്പത്തിൽ വൈഷ്ണവിക്ക് കൊടുത്ത ഇയറിംഗ്സ് എടുത്തുകൊണ്ടുവന്ന് ഐറയ്ക്ക് കൊടുക്കുന്നു. ശരിക്കും സിദ്ധു താൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിക്ക് കൊടുക്കാനായിട്ട് ഇയറിംഗ്സ് ഒളിപ്പിച്ചു വെച്ചതാണ്. ഇപ്പോൾ തനിക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ കിട്ടിയതുകൊണ്ട് അവൾക്ക് കൊടുക്കുന്നു. സിദ്ധുവിന് ചെറുപ്പത്തിൽ ഒരു ലവ് സ്റ്റോറി ഉണ്ടെന്നറിഞ്ഞപ്പോൾ അവൾ സർപ്രൈസ് ആകുന്നു. പക്ഷെ ഒന്നും പറയുന്നില്ല. അടുത്തതായി സിദ്ധു ഐറയുടെ അമ്മയെ കാണാനായിട്ട് ഒരു റെസ്റ്റോറന്റിലേക്ക് പോകുന്നു. അവിടെ വെച്ച് സിദ്ധു വൈഷ്ണവിയെ കണ്ടു ഞെട്ടുന്നു. കാരണം ഐറയുടെ അമ്മ മറ്റാരുമല്ല, വൈഷ്ണവി തന്നെയാണ്. അങ്ങനെ വൈഷ്ണവി അവളുടെ അമ്മയാണെന്നറിഞ്ഞപ്പോൾ സിദ്ധുവിന് വലിയ ഷോക്ക് ഉണ്ടാകുന്നു. ഇപ്പോൾ എന്തു ചെയ്യും? സത്യം പറഞ്ഞാൽ ഐറയെ കിട്ടില്ലെന്ന് സിദ്ധുവിനറിയാം. അതുകൊണ്ട് കള്ളം പറഞ്ഞ് എങ്ങനെയായാലും മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ഉടനെ വൈഷ്ണവിയുടെ അടുത്തേക്ക് പോയി പരിചയപ്പെടുന്നു. ശരിക്കും സിദ്ധു അവന്റെ പ്രേമം പറഞ്ഞ് ഐറയുടെ അമ്മയെ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ഇപ്പോൾ അവളുടെ അമ്മ വൈഷ്ണവി ആയതുകൊണ്ട് ഐറയെ സ്നേഹിക്കുന്ന കാര്യം ഒളിപ്പിച്ച് എന്റെ ചേച്ചിയുടെ ശ്രീമന്തം നടത്തുന്നുണ്ട്, നിങ്ങളും നിങ്ങളുടെ മോളെയും കൂട്ടിവരണം എന്ന് പറഞ്ഞ് സിദ്ധു പോകുന്നു. സിദ്ധു അങ്ങനെ പറഞ്ഞപ്പോൾ ഐറയ്ക്ക് ദേഷ്യം വരുന്നു. വീട്ടിലെത്തിയപ്പോൾ തന്നെ ഐറ സിദ്ധുവിനെ വിളിക്കുന്നു. എന്നിട്ടും സിദ്ധു ലിഫ്റ്റ് ചെയ്യുന്നില്ല. ലിഫ്റ്റ് ചെയ്താൽ പിന്നെ എന്ത് പറയേണ്ടിവരുമെന്ന് പേടിക്കുന്നു. പാവം സിദ്ധുവിന് ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഒരുപക്ഷെ സത്യമറിഞ്ഞാൽ ഐറ എന്ത് വിചാരിക്കുമെന്ന് സിദ്ധുവിന് ടെൻഷനാകുന്നു. കാരണം ചെറുപ്പത്തിൽ അവളുടെ അമ്മയെ സ്നേഹിച്ചു, ഇപ്പോൾ മകളെ സ്നേഹിക്കുന്നു. അപ്പോൾ ഈ സത്യം മകൾക്കും അമ്മയ്ക്കും അറിഞ്ഞാൽ വലിയ പ്രോബ്ലം ഉണ്ടാകുമെന്ന് പറഞ്ഞ് സിദ്ധു ഒരു സൊല്യൂഷൻ അന്വേഷിക്കുന്നു. അപ്പോഴാണ് സിദ്ധുവിന് ഇയറിംഗ്സിന്റെ കാര്യം ഓർമ്മ വരുന്നത്. സിദ്ധു ആ ഇയറിംഗ്സ് ഐറയ്ക്ക് കൊടുത്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ ആ ഇയറിംഗ്സ് അവളുടെ അമ്മ കണ്ടാൽ അവളുടെ ചെറുപ്പത്തിലെ ഓർമ്മകൾ ഓർമ്മ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇയറിംഗ്സ് എടുക്കണമെന്ന് സിദ്ധു തീരുമാനിക്കുന്നു. ഉടനെ ഐറയുടെ അടുത്തേക്ക് പോയി വെള്ളമെടുക്കാനായിട്ട് അവളെ പുറത്തേക്ക് വിട്ടിട്ട് അവളുടെ മുറി മുഴുവൻ സെർച്ച് ചെയ്യുന്നു. പക്ഷെ അത് എവിടെയും കാണുന്നില്ല. ഒരുപാട് നേരം സെർച്ച് ചെയ്തതിനു ശേഷം അത് അവളുടെ കോളേജ് ബാഗിൽ കണ്ടു. അതുകൊണ്ട് സിദ്ധു വേഗത്തിൽ അതെടുത്ത് പോക്കറ്റിലിടുന്നു. അപ്പോഴേക്കും ഐറ വെള്ളം എടുത്തുകൊണ്ടുവന്ന് സിദ്ധുവിന് ഒരു ഷോക്ക് കൊടുക്കുന്നു. ഡാ സിദ്ധു, എന്റെ അമ്മ നിങ്ങളുടെ ചേച്ചിയുടെ ശ്രീമന്തമിന് വരാനായിട്ട് റെഡിയാണെന്ന് പറയുന്നു. ഇപ്പോൾ വൈഷ്ണവി ശ്രീമന്തമിന് വന്നാൽ അവൾക്ക് സിദ്ധുവിനെക്കുറിച്ച് മനസ്സിലാകുമല്ലോ എന്ന് സിദ്ധു പേടിക്കുന്നു. എല്ലാത്തിനും പുറമെ അവന്റെ ചേച്ചിക്ക് ഇതിനോടകം തന്നെ ശ്രീമന്തം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും ശ്രീമന്തം നടത്തണമെന്ന് സിദ്ധു ചിന്തിക്കുന്നു. ഉടനെ സിദ്ധു ഫാമിലിയുടെ അടുത്തേക്ക് പോയി നടന്ന കാര്യങ്ങൾ എല്ലാം പറയുന്നു. എന്നിട്ട് വീണ്ടും ചേച്ചിക്ക് ശ്രീമന്തം നടത്താമെന്ന് ഫിക്സ് ചെയ്യുന്നു. അടുത്ത ദിവസം വീണ്ടും ചേച്ചിക്ക് ശ്രീമന്തം നടത്തുന്നു. അതുപോലെ വൈഷ്ണവിയുടെ പേര് പുറത്തു വരാതെ നോക്കണമെന്ന് സിദ്ധു അവന്റെ ഫ്രണ്ട്സിനോട് പറയുന്നു. അപ്പോഴേക്കും വൈഷ്ണവി അവളുടെ മകളെ കൂട്ടി ശ്രീമന്തമിന് വരുന്നു. അവരെല്ലാവരും വൈഷ്ണവിയുടെ പേര് പുറത്തു വരാതെ ഒരുപാട് കഷ്ടപ്പെടുന്നു. എന്നിട്ടും സിദ്ധുവിന്റെ അച്ഛൻ വൈഷ്ണവിയുടെ പേര് ചോദിക്കുന്നു. അപ്പോഴേക്കും സിദ്ധു വന്ന് അച്ഛാ, ഇത് ഐറയുടെ അമ്മ എന്ന് പറഞ്ഞ് മാനേജ് ചെയ്യുന്നു. അതിനുശേഷം എല്ലാവരും കൂടി കുറച്ചുനേരം സംസാരിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്നു. വൈഷ്ണവിയും സന്തോഷത്തോടെ ഇരിക്കുന്നത് കണ്ടിട്ട് ഇതാണ് നല്ല ടൈം എന്ന് കരുതി സിദ്ധു അവന്റെ ലവ് മാറ്റർ വൈഷ്ണവിയോട് പറയുന്നു. വൈഷ്ണവി അവരുടെ പ്രേമം അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് അവളുടെ മകളെ കൂട്ടി തിരിച്ചു പോകുന്നു. അതേ ദിവസം രാത്രി സിദ്ധു ഐറയെ കാണാനായിട്ട് അവളുടെ വീട്ടിലേക്ക് വരുന്നു. സിദ്ധു അവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ വൈഷ്ണവിക്ക് ദേഷ്യം കൂടുന്നു. പക്ഷെ ഐറ സിദ്ധു വന്നതുകൊണ്ട് വളരെ സന്തോഷിക്കുന്നു. അത് കണ്ട വൈഷ്ണവിക്ക് ദേഷ്യം കൂടി സിദ്ധുവിനെ എന്തെങ്കിലും ചെയ്യണമെന്ന് കരുതുന്നു. ഉടനെ വൈഷ്ണവി അവളുടെ അച്ഛന്റെ അടുത്തേക്ക് പോയി സിദ്ധുവിനെക്കുറിച്ച് പറഞ്ഞിട്ട് അവനെ എന്തെങ്കിലും ചെയ്യാൻ പറയുന്നു. നീ വിഷമിക്കേണ്ട വൈഷ്ണവി, ചെറുപ്പത്തിൽ ഞാൻ നിനക്കുവേണ്ടി ഒരു കുട്ടിയെ തല്ലി സ്കൂളിൽ നിന്ന് പുറത്താക്കി. ഇപ്പോൾ ഞാൻ ആ സിദ്ധുവിനെ കോളേജിൽ നിന്ന് പുറത്താക്കാം എന്ന് പറഞ്ഞ് കുറച്ച് റൌഡീസ്കളെയും കൂട്ടി കോളേജിലേക്ക് പോകുന്നു. സിദ്ധു അവരെല്ലാവരെയും നന്നായി തല്ലി പറഞ്ഞയക്കുന്നു. സത്യമറിഞ്ഞ ഐറക്ക് അവളുടെ അമ്മയോട് ഒരുപാട് ദേഷ്യം വരുന്നു. വീട്ടിലുള്ള സാധനങ്ങളെല്ലാം തല്ലിത്തകർത്ത് അവൾ വഴക്കിടുന്നു. നോക്കൂ ഐറ, നീ എന്തു ചെയ്താലും ഞാൻ കല്യാണത്തിന് സമ്മതിക്കില്ല എന്ന് വൈഷ്ണവി പറയുന്നു. എന്താണ് അമ്മേ അവനെ നിങ്ങൾക്ക് ഇത്രക്ക് ദേഷ്യം? ഞങ്ങൾക്കിടയിൽ ഏജ് ഡിഫറൻസ് അല്ലാതെ ഒരു കാരണം പറയൂ. അവൻ എനിക്ക് യോജിച്ചവനല്ലെന്ന്. അപ്പോൾ ഞാൻ അവനെ വിട്ടുമാറിക്കോളാം എന്ന് ഐറ പറയുന്നു. ശരിക്കും വൈഷ്ണവിക്ക് സിദ്ധുവിനെ ഇഷ്ടമല്ലാത്തത് ഈ ഏജ് ഡിഫറൻസ് കാരണമാണ്. കാരണം വൈഷ്ണവിക്ക് ചെറുപ്പത്തിൽ അവളുടെ അമ്മാവനുമായിട്ട് കല്യാണം കഴിച്ചതാണ്. അവർക്കിടയിൽ ഏജ് ഡിഫറൻസ് ഒരുപാടുണ്ടായിരുന്നതുകൊണ്ട് ഒരുപാട് പ്രോബ്ലംകൾ ഉണ്ടായിരുന്നു. ദിവസവും അവൾ അവളുടെ അമ്മയെ ചീത്ത പറയുകയും തല്ലുകയും ചെയ്യുമായിരുന്നു. ദിവസവും ചെറിയ കുട്ടികളെ പോലെ ട്രീറ്റ് ചെയ്ത് ഒരുപാട് ടോർച്ചർ ചെയ്യും. അതുകൊണ്ടാണ് വൈഷ്ണവി അവളുടെ ഹോസ്പിറ്റലിനെ ഉപേക്ഷിച്ചത്. ഇപ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം അവളുടെ മകളോട് പറഞ്ഞ് നീ ആ സിദ്ധുവിനെ കല്യാണം കഴിച്ചാൽ നാളെ നിനക്കും അതുപോലെ സംഭവിക്കും എന്ന് പറഞ്ഞ് സിദ്ധുവിനെ വിട്ടുകളയാൻ പറയുന്നു. എന്നിട്ടും ഐറ അവളുടെ അമ്മയുടെ വാക്ക് കേൾക്കുന്നില്ല. നോക്കൂ അമ്മേ, നിങ്ങൾക്ക് അച്ഛന്റെയും അമ്മയുടെയും ഇഷ്ടമില്ലാത്ത കല്യാണം കഴിച്ചു. അതുപോലെ നിങ്ങൾക്കിടയിൽ ഒരു സ്നേഹവും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ സ്നേഹമായിട്ടായിരുന്നെങ്കിൽ ഈ വഴക്കുകളൊന്നും ഉണ്ടാകുമായിരുന്നില്ല. എന്നെ സിദ്ധു ഒരുപാട് സ്നേഹിക്കുന്നു. ഞാനും അവനെ ഒരുപാട് സ്നേഹിക്കുന്നു. ഞങ്ങൾക്കിടയിൽ സ്നേഹമുള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ തോന്നുന്നത്. എല്ലാത്തിനും പുറമെ ഏജ് ഡിഫറൻസിന്റെ കാര്യമാണെങ്കിൽ നിങ്ങൾക്കും മുത്തശ്ശനും ഒരുപാട് ഏജ് ഡിഫറൻസ് ഇല്ലേ? എന്നിട്ടും മുത്തശ്ശൻ നിങ്ങളെ സ്നേഹമായിട്ടല്ലേ നോക്കുന്നത്? അതുപോലെ ഞങ്ങൾക്കും നിങ്ങൾക്കും ഒരുപാട് ഏജ് ഡിഫറൻസ് ഇല്ലേ? എന്നിട്ടും നിങ്ങൾ എന്നെ എത്ര സ്നേഹത്തോടെയാണ് നോക്കുന്നത്? അതുകൊണ്ട്
അതുകൊണ്ട് ഞങ്ങൾക്കിടയിൽ ഏജ് ഡിഫറൻസ് ഒരു പ്രോബ്ലമല്ല. എനിക്ക് സിദ്ധുവിനെ ഒരിക്കലും ഉപേക്ഷിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവൾ പോകുന്നു. ഐറ പറഞ്ഞത് കേട്ടപ്പോൾ വൈഷ്ണവിയും ചിന്തിക്കാൻ തുടങ്ങുന്നു. ഉടനെ സിദ്ധുവിനെക്കുറിച്ച് എൻക്വയറി ചെയ്ത് അവന്റെ സ്കൂളിൽ പോയി എല്ലാ ഡീറ്റെയിൽസും മനസ്സിലാക്കുന്നു. പക്ഷേ സിദ്ധു നേരത്തെ തന്നെ അവന്റെ സർട്ടിഫിക്കറ്റുകൾ എല്ലാം മാറ്റിയിരുന്നു. അടുത്തതായി വൈഷ്ണവി നേരെ സിദ്ധുവിന്റെ ഓഫീസിലേക്ക് പോയി സിദ്ധുവിനെക്കുറിച്ച് എൻക്വയറി ചെയ്യുന്നു. അവർക്കെല്ലാവർക്കും സിദ്ധുവിനെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട് അവൾക്കെല്ലാവരും കള്ളം പറയുന്നു. അടുത്തതായി വൈഷ്ണവി നേരെ സിദ്ധുവിന്റെ അടുത്തേക്ക് വന്ന് എല്ലാ മെഡിക്കൽ ടെസ്റ്റുകളും ചെയ്യിപ്പിക്കുന്നു. കാരണം അവൻ ഐറയെ കല്യാണം കഴിക്കാൻ പോവുകയല്ലേ. എന്തെങ്കിലും മെഡിക്കൽ പ്രോബ്ലം ഇല്ലെങ്കിൽ കല്യാണത്തിന് സമ്മതിക്കാൻ അവൾ റെഡിയായിരിക്കും. അതുകൊണ്ടാണ് എത്ര ടെസ്റ്റ് ഉണ്ടോ അതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. റിപ്പോർട്ട്സ് വരുന്നതിന് മുമ്പ് സിദ്ധുവുമായി സംസാരിക്കുന്നു. ഡാ സിദ്ധു, എന്റെ മോളെ എന്തിനാണ് നിനക്കിഷ്ടപ്പെട്ടത്? കാരണം പുറത്ത് ഒരുപാട് പെൺകുട്ടികളുണ്ടല്ലോ. അപ്പോൾ എന്റെ മകളെ മാത്രം എന്തിനാണ് ഇഷ്ടപ്പെട്ടത് എന്ന് വൈഷ്ണവി ചോദിക്കുന്നു. നോക്കൂ മേഡം, നിങ്ങളുടെ മകളിൽ എനിക്ക് വേണ്ട ക്വാളിറ്റികൾ ഞാൻ കണ്ടു. അവൾ നിങ്ങളെപ്പോലെ കണ്ണുകൊണ്ടാണ് സംസാരിക്കുന്നതെന്ന് സിദ്ധു പറയുന്നു. അങ്ങനെയാണോ? ആരെങ്കിലും ചെറിയ കാര്യങ്ങൾക്കാണ് സ്നേഹിക്കാറുണ്ടോ എന്ന് വൈഷ്ണവി ചോദിക്കുന്നു. അതെന്താ വൈഷ്ണവികർ അങ്ങനെ പറയുന്നത്? നമ്മൾ ചെറിയ കാര്യങ്ങൾക്കാണ് വഴക്കിടാറുള്ളത്. അങ്ങനെയുള്ളപ്പോൾ ഞാൻ ചെറിയ കാര്യങ്ങൾക്ക് സ്നേഹിക്കാൻ പാടില്ലേ എന്ന് സിദ്ധു ചോദിക്കുന്നു. അപ്പോഴേക്കും മെഡിക്കൽ റിപ്പോർട്ട്സ് വരുന്നു. റിപ്പോർട്ട്സ് കണ്ടതിനു ശേഷം വൈഷ്ണവി ചില കാര്യങ്ങൾ സിദ്ധുവിനോട് പറയുന്നു. നോക്കൂ സിദ്ധു, നിങ്ങൾ എണ്ണയിലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കണം. അതുപോലെ എല്ലാ ദിവസവും വാക്കിംഗ് പോകണം എന്ന് പറഞ്ഞ് അവളുടെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ സമ്മതിക്കുന്നു. അടുത്ത ദിവസം സിദ്ധു അവന്റെ പേരൻസിന്റെ അടുത്തേക്ക് പോയി വൈഷ്ണവിയെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അച്ഛന് സത്യമറിഞ്ഞാൽ താങ്ങാൻ കഴിയില്ലെന്ന് സിദ്ധു പേടിക്കുന്നു. ഉടനെ പേരൻസിനെ വിളിച്ച്, അച്ഛാ, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ അമ്മയുടെ പേര് വൈഷ്ണവിയാണെന്ന് പറയുന്നു. അങ്ങനെയാണോ? ഇത് പറയാനാണോ ഇത്ര പേടിച്ചത്? പിന്നെ നീ സ്നേഹിച്ച പെൺകുട്ടിയുടെ പേരും വൈഷ്ണവിയായിരുന്നല്ലോ. നീ സ്നേഹിച്ച പെൺകുട്ടിയെക്കുറിച്ച് ഈ വൈഷ്ണവിയോട് പറയരുത്. ഒരുപക്ഷെ പറഞ്ഞാൽ വൈഷ്ണവി അപ്പോൾ തന്നെ തിരിച്ചു പോകും എന്ന് അച്ഛൻ പറയുന്നു. പക്ഷേ സിദ്ധു സ്നേഹിച്ച പെൺകുട്ടി ഐറയുടെ അമ്മയാണെന്ന് അച്ഛൻ അറിയില്ല. സിദ്ധു സത്യം പറയാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവന്റെ ചേച്ചി വേണ്ടെന്ന് പറയുന്നു. അടുത്ത ദിവസം സിദ്ധുവിന്റെയും ഐറയുടെയും എൻഗേജ്മെന്റ് നടക്കുന്നു. അപ്പോഴേക്കും ശിവ അവന്റെ ഫാമിലിയെയും കൂട്ടി സിദ്ധുവിന്റെ എൻഗേജ്മെന്റിന് വരുന്നു. ശിവ ഒരുപക്ഷെ വൈഷ്ണവിയോട് സത്യം പറഞ്ഞാലോ എന്ന് എല്ലാവരും പേടിക്കുന്നു. പക്ഷേ ശിവ സത്യം പറയാൻ വന്നതല്ല. വെറുതെ സിദ്ധുവിന് കോൺഗ്രാറ്റുലേഷൻസ് പറയാനാണ് വന്നത്. കാരണം ചെറുപ്പത്തിൽ അവൻ സത്യം പറഞ്ഞ് തെറ്റ് ചെയ്തു. ഇപ്പോൾ ആ സത്യം ഒളിപ്പിച്ച് അവൻ അത് ശരിയാക്കാൻ വരുന്നു. ഇതേസമയം സിദ്ധു ശിവയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിദ്ധുവിന്റെ അച്ഛൻ ഇയറിംഗ്സ് ഉള്ള ബോക്സ് വൈഷ്ണവിക്ക് കൊടുക്കുന്നു. വൈഷ്ണവി ആ ബോക്സ് തുറന്ന് ഇയറിംഗ്സ് കണ്ടപ്പോൾ അവളുടെ ചെറുപ്പത്തിലെ ഓർമ്മകൾ ഓർമ്മ വരുന്നു. ഉടനെ അവൾ ചെറുപ്പത്തിൽ പഠിച്ച സ്കൂളിലേക്ക് പോയി സിദ്ധുവിന്റെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് എടുത്തുകൊണ്ടുവന്ന് സിദ്ധുവിനെ കാണിച്ചിട്ട്, ഈ TC നിങ്ങളുടേതാണോ എന്ന് ചോദിക്കുന്നു. ഇല്ല മഡം, അത് എന്റേതല്ല എന്ന് സിദ്ധു പറയുന്നു. അങ്ങനെയാണോ? അപ്പോൾ ഇയറിംഗ്സ് ബോക്സ് ആരുടേതാണ് എന്ന് വൈഷ്ണവി ചോദിക്കുമ്പോൾ സിദ്ധു ഒന്നും പറയാതെ സൈലന്റ് ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ ചെറുപ്പത്തിൽ ആരും അറിയാതെ എനിക്ക് ഗിഫ്റ്റുകൾ തന്നത് നിങ്ങളായിരുന്നല്ലേ? നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഒരുപാട് വർഷം ശ്രമിച്ചു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയത്. നിങ്ങളെ കണ്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ എന്റെ മകളെ നിങ്ങൾക്ക് കല്യാണം കഴിച്ചു തരാൻ കഴിയില്ല. കാരണം ചെറുപ്പത്തിൽ എന്നെ സ്നേഹിച്ചു. ഇപ്പോൾ എന്റെ മകളെ കല്യാണം കഴിക്കാൻ റെഡിയായി നിൽക്കുന്നു. പക്ഷേ എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും കല്യാണം കഴിച്ചു തരാൻ ഇഷ്ടമല്ല. ഞാൻ ഐറയുമായി സംസാരിച്ച് കൺവിൻസ് ചെയ്തോളാം എന്ന് പറഞ്ഞ് അവൾ തിരിച്ചു പോകുന്നു. അടുത്തതായി വൈഷ്ണവി വീട്ടിലെത്തിയതിനു ശേഷം ഐറയോട് നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. ഐറ സിദ്ധുവിന്റെ അടുത്തേക്ക് വന്ന് സിദ്ധുവിനെ ഒന്നും പറയാതെ കൂടുതൽ സ്നേഹത്തോടെ സംസാരിക്കുന്നു. സിദ്ധു, ചെറുപ്പത്തിൽ എന്റെ അമ്മയെ ഇഷ്ടപ്പെട്ടിരുന്നുവല്ലോ. ഇപ്പോൾ എന്റെ അമ്മയെക്കുറിച്ച് വല്ല ഫീലിംഗ്സ് ഉണ്ടോ എന്ന് ഐറ ചോദിക്കുമ്പോൾ, ഇല്ല ഐറ, ചെറുപ്പത്തിൽ ഒന്നും അറിയാതെ അങ്ങനെ ചെയ്തതാണ് എന്ന് പറയുന്നു. സിദ്ധു പറഞ്ഞത് കേട്ട് ഐറ കൺവിൻസ് ആയിട്ട്, നിങ്ങൾ വിഷമിക്കേണ്ട സിദ്ധു, ഞാൻ എന്റെ അമ്മയെ കൺവിൻസ് ചെയ്തോളാം എന്ന് പറയുന്നു. അപ്പോഴാണ് സത്യ ഐറക്കുള്ള 5 ക്വാളിറ്റികളെക്കുറിച്ച് പറയുന്നത്. നോക്കൂ ഐറ, എന്റെ സിദ്ധു ആഗ്രഹിച്ചതുപോലെ ആ 5 ക്വാളിറ്റികളും നിന്നിൽ കണ്ടു. അങ്ങനെയാണോ? എന്താണ് ആ 5 ക്വാളിറ്റികൾ? സിദ്ധു എന്നോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്ന് ഐറ ചോദിക്കുമ്പോൾ സത്യ സിദ്ധുവിന് വേണ്ട ആ 5 ക്വാളിറ്റികളെക്കുറിച്ച് അവൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സത്യ പറഞ്ഞത് കേട്ടപ്പോൾ സിദ്ധുവിനോട് ഐറക്ക് ദേഷ്യം വരുന്നു. എന്താണ് സിദ്ധു, ഞാൻ എന്റെ അമ്മയെപ്പോലെയാണെന്ന് കണ്ടിട്ടാണോ എന്നെ സ്നേഹിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, അതൊന്നുമില്ല ഐറ, നിന്നിൽ 5 ക്വാളിറ്റികൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ സ്നേഹിച്ചത് എന്ന് സിദ്ധു പറയുന്നു. അങ്ങനെയാണോ? ഒരു പക്ഷേ ആ 5 ക്വാളിറ്റികൾ ഇല്ലായിരുന്നെങ്കിൽ എന്നെ സ്നേഹിക്കില്ലായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ സിദ്ധു ഒന്നും പറയാതെ സൈലന്റ് ആയിട്ട് നിൽക്കുന്നു. നോക്കൂ സിദ്ധു, നിങ്ങൾക്ക് വേണ്ട ക്വാളിറ്റികൾ എന്നിലില്ല. കാരണം എയർപോർട്ടിൽ നിങ്ങൾ എന്റെ ദേഹത്ത് കോഫി ഒഴിച്ചപ്പോൾ എനിക്ക് നിങ്ങളോട് ഒരുപാട് ദേഷ്യം വന്നു. നിങ്ങൾ ആരാണെന്ന് എനിക്കറിയാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിച്ചത്. അതുപോലെ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സുമില്ല. ഇങ്ങനെ കാരണം പറഞ്ഞിട്ട് സ്നേഹിക്കുന്നത് വളരെ തെറ്റാണ്. നിങ്ങൾ നിങ്ങളുടെ 5 ക്വാളിറ്റികൾ മാറ്റിവെച്ചിട്ട് എന്നെ സ്നേഹിക്കുകയാണെങ്കിൽ പറയൂ, നമുക്ക് കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞ് അവൾ പോകുന്നു. പക്ഷേ സിദ്ധു ഐറയേക്കാൾ കൂടുതൽ ആ 5 ക്വാളിറ്റികൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. സത്യ ഐറയോട് ഒരുപാട് പറഞ്ഞു നോക്കുന്നു. എന്നിട്ടും അവൾ സമ്മതിക്കുന്നില്ല. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം സിദ്ധുവിന്റെ അടുത്തേക്ക് അവന്റെ ചേച്ചി വന്ന് സംസാരിക്കുന്നു. ഡാ സിദ്ധു, വൈഷ്ണവിയിൽ നിനക്ക് വേണ്ട 5 ക്വാളിറ്റികൾ ഉണ്ടെന്ന് കണ്ടിട്ടല്ലേ നീ ചെറുപ്പത്തിൽ വൈഷ്ണവിയുടെ പിന്നാലെ നടന്നത്? ഇപ്പോൾ ആ ക്വാളിറ്റികൾ വൈഷ്ണവിക്കുണ്ടോ? ഇല്ലല്ലോ. അവൾ ഒരുപാട് മാറിപ്പോയി. കാരണം അവൾ റൌഡീസ് കളകൊണ്ട് നിന്നെ തല്ലിച്ചു. അപ്പോൾ അവളിൽ എവിടെയാണ് നന്മയുള്ളത്? ഇല്ലല്ലോ.
അതുപോലെ ക്വാളിറ്റികളും എപ്പോൾ വേണമെങ്കിലും മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നീ ആഗ്രഹിച്ച ക്വാളിറ്റികൾ ഐറയിൽ കാണുന്നില്ലല്ലോ, അപ്പോൾ ആരും പെർഫെക്റ്റ് അല്ല എന്ന് ചേച്ചി പറയുന്നു. അപ്പോഴേക്കും ചേച്ചിക്ക് പ്രഗ്നൻസി പെയിൻ വന്നതുകൊണ്ട് ഡോക്ടറിനെ വിളിച്ച് ബേബിയെ പുറത്തേക്കെടുക്കുന്നു. ചേച്ചിക്ക് ഒരു പെൺകുട്ടി ജനിച്ചതുകൊണ്ട് സിദ്ധുവിന് സന്തോഷം തോന്നുന്നു. ഉടനെ സിദ്ധു വൈഷ്ണവിയുടെ അടുത്തേക്ക് പോയി ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നു. ശരിക്കും സിദ്ധു വൈഷ്ണവിയെ സ്നേഹിക്കുന്നില്ല, വെറുതെ വൈഷ്ണവിയെപ്പോലെയുള്ള ഒരു പെൺകുട്ടി തന്റെ ജീവിതത്തിലേക്ക് വരണമെന്ന് സിദ്ധു ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ സിദ്ധുവിന് ശരിക്കും വൈഷ്ണവിയെ ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ അവളെ പ്രപ്പോസ് ചെയ്യുമായിരുന്നു. പക്ഷേ സിദ്ധു അത് ചെയ്തില്ല. ആ പ്രായത്തിലൊന്നും അറിയാതെ അവളുടെ പിന്നാലെ നടന്നു. അതുപോലെ വൈഷ്ണവിയെക്കുറിച്ച് എല്ലാവരോടും പറഞ്ഞപ്പോൾ സിദ്ധു ശരിക്കും വൈഷ്ണവിയെ സ്നേഹിച്ചതാണെന്ന് എല്ലാവരും വിചാരിച്ചു. പക്ഷേ സിദ്ധു അവളെ ആരാധിക്കുകയായിരുന്നു, സ്നേഹിച്ചിട്ടില്ല. സിദ്ധു ശരിക്കും സ്നേഹിച്ചത് ഐറയെ മാത്രമാണ്. അതുകൊണ്ട് ഇപ്പോൾ സിദ്ധു ഐറയെ സ്നേഹിക്കുന്നു. ഇതേ കാര്യം വൈഷ്ണവിയോട് പറഞ്ഞിട്ട് ഐറയുടെ അടുത്തേക്ക് പോയി സംസാരിക്കുന്നു. നോക്കൂ ഐറ, നിന്നിൽ 5 ക്വാളിറ്റികൾ കണ്ടിട്ടാണ് ഞാൻ സ്നേഹിച്ചത്. അത് സത്യമാണ്. പക്ഷേ ആ ക്വാളിറ്റികളെല്ലാം മാറ്റിവെച്ചാൽ ഞാൻ നിന്നെ ശരിക്കും സ്നേഹിക്കുന്നുണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞ കള്ളങ്ങളെല്ലാം നിന്നോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് പറഞ്ഞ് ഇയറിംഗ്സ് ബോക്സ് എടുത്തുകൊണ്ടുവന്ന് അവൾക്ക് കൊടുത്തിട്ട് എയർപോർട്ടിലേക്ക് പോകുന്നു. അപ്പോഴാണ് വൈഷ്ണവി വന്ന് സിദ്ധുവിനെ തട്ടുന്നത്. സിനിമയുടെ തുടക്കത്തിൽ വൈഷ്ണവിയുടെ മകളാണ് തട്ടുന്നത്. ഇപ്പോൾ അവൾ തന്നെ തട്ടിയിട്ട് സിദ്ധുവിന്റെ ദേഹത്ത് കോഫി ഒഴിക്കുന്നു. അതിനുശേഷം ചെറുപ്പത്തിൽ സിദ്ധു എഴുതിയ ലെറ്റേഴ്സിനെക്കുറിച്ച് പറയുന്നു. നോക്കൂ സിദ്ധു, നിങ്ങൾ എനിക്കായിട്ട് എഴുതിയത് ഞാൻ വീണ്ടും വായിച്ചു നോക്കി. നിങ്ങൾ എഴുതിയ ലെറ്റേഴ്സ് എല്ലാം ഒരു ഫ്രണ്ടിന് എഴുതിയതുപോലെ വളരെ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. അതുപോലെ ഇയറിംഗ്സും ഒരു അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുത്തതുപോലെ എനിക്ക് തോന്നി. ചെറുപ്പത്തിൽ നിങ്ങൾ സ്നേഹത്തോടെ എഴുതിയതുകൊണ്ട് ഞാനും അത് സ്നേഹമായിട്ട് വായിച്ചു. ഇപ്പോൾ വായിച്ചപ്പോൾ എനിക്ക് നിങ്ങളെ വിശ്വസിക്കാൻ തോന്നി എന്ന് പറയുന്നു. അപ്പോഴേക്കും ഐറ ഓടിവന്ന് സിദ്ധുവിനെ കാണുന്നു. എന്തുപറ്റി? ഐറ എക്സാം എഴുതിയിട്ട് വന്നാൽ മതിയായിരുന്നല്ലോ, എന്തിനാണ് ഇത്ര വേഗത്തിൽ വന്നത് എന്ന് സിദ്ധു ചോദിക്കുന്നു. സത്യ സാറിനോട് എക്സാം എഴുതാൻ പറഞ്ഞിട്ട് ഞാൻ വന്നതാണ് എന്ന് ഐറ പറയുന്നു. അങ്ങനെയാണോ? അപ്പോൾ നീ എന്തായാലും പാസ്സാകും എന്ന് സിദ്ധു തമാശയായി പറയുന്നു. അതിനുശേഷം അവൾ സിദ്ധുവിനെ കിസ് ചെയ്ത് ഹഗ് ചെയ്യുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നു. ഇതോടെ സുന്ദരകാണ്ഡ എന്ന ഈ സിനിമ അവസാനിക്കുന്നു. സിനിമയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക.